ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള വിജയ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പങ്കുവച്ച ഒരു ബൈബിൾ സംഭവം, അതിന്റെ സന്ദേശം വളരെയേറെ അർത്ഥവത്താണ്. ആ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലായി പ്രചരിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള എല്ലാ വെല്ലുവിളികളെയും എതിർപ്പുകളെയും അതിജീവിച്ച് ബൈബിളിലെ ജോസഫ് എങ്ങനെ അധികാരിയായി എന്നും ഉപദ്രവിച്ചവരെ പോലും സഹായിച്ചു എന്നുമാണ് ഈ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ബൈബിൾ സംഭവങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുമെന്നും അത് മനസ്സിലാക്കാൻ ബൈബിൾ വായിക്കുക എന്നൊരു ആഹ്വാനവും അദ്ദേഹം അന്ന് നൽകി. ജോസഫിന്റെ ജീവിതം വെറും ഒരു അതിജീവനത്തിന്റെ കഥയല്ല, മറിച്ച് ത്യാഗം, വിശ്വാസ്യത, വിശുദ്ധി എന്നിവയിലൂടെ കൈവരിച്ച വിജയത്തിന്റെ ഉദാത്തമായൊരു മാതൃകയാണ്. തന്നെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോടുള്ള ആത്മാർത്ഥതയുമാണ്. ദീർഘമായ 13 വർഷത്തെ കാത്തിരിപ്പിലും പ്രതിസന്ധികളിലും തന്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ച ജോസഫ് തന്നെ ഉപദ്രവിച്ചവർക്ക് പോലും തണലായി മാറുന്നു. യഥാർത്ഥ നേത്രപാഠവും എന്താണെന്ന് ലോകത്തിന് കാണിച്ചു തരുന്നു. നിങ്ങൾ എനിക്ക് വിരോധമായി ദോഷം നിരൂപിച്ചു, എന്നാൽ ദൈവം അത് ഗുണത്തിലായി തീർത്തു എന്ന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞതിലൂടെ ക്ഷമയുടെയും ദൈവഹിതത്തിന്റെയും വലിയൊരു പാഠമാണ് ജോസഫ് പഠിപ്പിച്ചത്. ജീവിതത്തിലെ വെല്ലുവിളികളെ ദൈവവിശ്വാസത്തോടെയും ധാർമ്മിക മൂല്യങ്ങളോടെയും നേരിട്ടാൽ ഏതൊരു വ്യക്തിക്കും ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കും എന്നൊരു വലിയ സന്ദേശമാണ് ജോസഫിന്റെ ചരിത്രം നമുക്ക് നൽകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ ജോസഫ് എന്ന വിജയ് അധ്വാനിച്ചു, വിജയം കൊയ്തു.